സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ബി.ആർ. ഗവായി സ്ഥാനമേൽക്കുമ്പോൾ ആശീർവദിക്കാനായി ആ ചടങ്ങിലേക്ക് ഒരു മലയാളി അധ്യാപകനും എത്തുന്നുണ്ട്. പത്തനംതിട്ട സ്വദേശി പി.എസ്. മാത്യുവാണ് തന്റെ ശിഷ്യനെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനായി രാജസ്ഥാനത്ത് എത്തുന്നത്. പഠനത്തിൽ പിന്നോക്കമായിരുന്ന ഗവായിക്ക് ഈ ഗുരുനാഥനാണ് വഴികാട്ടിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുമ്പോഴും ജസ്റ്റിസ് ബി.ആർ. ഗവായി തന്റെ പ്രിയ ഗുരുനാഥനെ മറക്കുന്നില്ല. 51 വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. ഗവായി എന്ന് ബോംബെ ഹോളി നെയിം സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി. അതേ സ്കൂളിലെ അധ്യാപകനായിരുന്നു പി.എസ്. മാത്യു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതോടെയാണ് ഗവായിയെ പി.എസ്. മാത്യു ശ്രദ്ധിക്കുന്നത്. 8ാം ക്ലാസ്സിൽ അപ്പോൾ എനിക്ക് ഏറ്റവും മാത്സ് പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടി. ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിനേഷൻ കഴിഞ്ഞു, പേപ്പർ കറക്റ്റ് ചെയ്തു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു പയ്യന് വളരെ മോശമായ മാർക്കാണ് കിട്ടിയത്. എനിക്ക് സ്വാഭാവികമായിട്ട് ഐ എം നോട്ട് മാരീഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, ആരൊന്നും എനിക്കറിയില്ല, സൂക്ഷിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, ഗെറ്റ് ദ സിഗ്നേച്ചർ ഓഫ് യുവർ ഡാഡ് ഓർ മമ്മി ടുമോറോ വെൻ യു കം ടു ദ സ്കൂൾ. ഞാൻ മാർക്ക് കുറഞ്ഞത് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് വരികിൽ ഈ വുഡ് ഹാവ് ബിക്കം എ നോർമൽ ചൈൽഡ്. അത് എനിക്കറിയത്തില്ല, ഇത് ഈ രീതിയിൽ എത്തിച്ചേരുമെന്ന് എനിക്കറിയത്തില്ല. ദാറ്റ് ഈസ് ദൈവം തമ്മിലാണ് ഇരിക്കുന്നത്, നമുക്കറിയത്തില്ല. എങ്കിലും എൻ്റെ ആ ഒരു ശാസന വിത്ത് അഫെക്ഷനാണ്, അല്ലാതെ കെറിച്ചുള്ള ശാസനയല്ല, വിത്ത് അഫെക്ഷൻ. അധ്യാപകൻ എന്ന നിലയിൽ ഏതൊരാൾക്കും കിട്ടാവുന്ന അംഗീകാരമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കിട്ടിയ ക്ഷണനത്തെ പി.എസ്. മാത്യു കാണുന്നത്. This is not only for me, it is a reward given by the God to all the teachers all over the world. In fact, that is the best reward a teacher can get in his life. ആ റിവാർഡ് എനിക്ക് കിട്ടി. നേരത്തെ കേരള സംസ്ഥാനത്തിന്റെ ഗവർണറായി ആർ.എസ്. ഗവായി എത്തിയപ്പോഴും തന്റെ മകന്റെ അധ്യാപകനെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.